പ്രിയമുള്ളവരെ, 104 സങ്കീർത്തനം 33 തിരുവചനം പറയുന്നു, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും. ആയുഷ്കാലം എത്രയും ഞാൻ ദൈവത്തെ പാടി സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളിൽ നിറഞ്ഞ അവൻ്റെ ആത്മീയത അവൻ വെളിപ്പെടുത്തിയ അവൻ്റെ ജീവിതകാലം മുഴുവൻ കർത്താവിന് കീർത്തനം പാടുന്നു. ആയുഷ്കാലം അത്രയും ദൈവത്തെ പാടി സ്തുതിക്കുന്നു. നമ്മളും കർത്താവിനെ പാടി ആരാധിക്കുന്ന സമയമായത്. ഈ ശുശ്രൂഷയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ ഡൊമിനിക് സാവിയാണ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നല്ലൊരു ആരാധനയ്ക്കായി നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പല ആരാധനകളും നമ്മൾ സംബന്ധിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ ആരാധനയിൽ അനുഗ്രഹിക്കപ്പെട്ട ഗായകർ നമ്മുടെ കൂടെയുണ്ട്. വലിയൊരു സമൂഹം ശാലോം ടെലിവിഷൻ്റെ മുമ്പിലിരിക്കുന്നു. ഒരുപാട് ജീവിത ഭാരങ്ങളും പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ട ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ ഈ അവസ്ഥകളിലേക്കെല്ലാം ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവശക്തി വെളിപ്പെടുക. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, ഈ ആരാധനയിൽ നിങ്ങളുടെ അടുത്ത ആര് തന്നെയാണെങ്കിലും അതൊന്നും നോക്കണ്ട. ഈ പൂർണ്ണമായൊരു ആരാധനയ്ക്കായി നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കൊച്ചു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 2ാമത്തെയും 3ാമത്തെയും സ്ഥാനമായിരുന്നു എനിക്ക്. പക്ഷേ SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ അധ്യാപകരെല്ലാം പറഞ്ഞു നല്ല മാർക്ക്, നല്ല ടോപ്പ് മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ അവരുടെ എല്ലാം പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ മാർക്കുമായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം കടന്നു വന്നു. എൻ്റെ കൂട്ടുകാരുടെ ഇടയിലും എൻ്റെ വീട്ടുകാരുടെ ഇടയിലും എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഇടയിലും വളരെ അപമാന ഭാരത്തോടെ ഞാൻ നിന്ന ഒരു കാലഘട്ടം ഓർക്കുകയാണ്. എന്നാൽ ഈ പരാജയത്തിൻ്റെ അനുഭവം പേറിക്കൊണ്ട് ഞാൻ കുറേ നാളുകൾ അങ്ങോട്ട് നടന്നു. എൻ്റെ യൗവന കാലഘട്ടങ്ങളിൽ ഏറെ നിരാശപ്പെട്ട് അന്തർമുഖനായിട്ട് ഒരു മനുഷ്യൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്ന ഹൃദയവുമായി പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ 19 വയസ്സ് പ്രായമുള്ളപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലെ ഒരു ചെറിയ വചന ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുവാൻ കർത്താവ് എനിക്ക് ഇടവരുത്തി. ആ ധ്യാന അവസരത്തിൽ വെച്ചുകൊണ്ട്, അവിടുത്തെ കുമ്പസാരക്കൂട്ടിൽ വെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ രൂപാന്തരപ്പെടുത്തി. ഒരു വലിയ ചുമട് തലയിൽ വെച്ചാൽ എന്നതുപോലെയുള്ള ഭാരവുമായിട്ടാണ് ഞാൻ അവിടെ പോയതെങ്കിൽ ഈ ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശരീരം ഒരു പൊങ്ങിൻ്റെ അനുഭവം, കാരണം കനമില്ലാത്ത അനുഭവത്തിലേക്ക് നടത്തിക്കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ആദ്യമായി എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിൽ തൊട്ടൊരനുഭവമാണ്. അന്നു മുതൽ ഇന്ന് വരെയും അവനെ ആരാധിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഹല്ലേലൂയ. എനിക്കിന്ന് 3 പെൺകുഞ്ഞുങ്ങളുണ്ട്. നല്ലൊരു ജീവിത പങ്കാളിയെ കർത്താവ് നൽകി. ഒന്നിനും കുറവില്ലാത്ത രീതിയിൽ എൻ്റെ ദൈവം എന്നെ നയിക്കുന്നു. ആ ദൈവം ഈ രാത്രിയിൽ നിങ്ങളോട് പറയുകയാണ്. ജെറമ്യ 31:3 തിരുവചനം, എനിക്ക് നിന്നോടുള്ള സ്നേഹം ആനന്ദമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവുമാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലൂടെയും പരാജയത്തിൻ്റെയും കയ്പുനീരിൻ്റെയും ഹൃദയം നുറുങ്ങിയ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന യേശുവിൻ്റെ സ്നേഹം ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതം ഈ ആരാധനയോട് ചേർത്ത് വെക്കണം. ഹൃദയം കൊണ്ട് നിങ്ങൾ ആരാധിക്കണം. ഞങ്ങളോട് ചേർന്നുകൊണ്ട് മനോഹരമായ ഒരു ആരാധനയ്ക്ക് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവുമാണ്. അതേ പ്രിയ ദൈവ പൈതലെ, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടക്കിയ ഈ രാത്രിയിൽ 19 വയസ്സ് കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവസ്നേഹമായി കടന്നു വന്ന അതേ ദൈവത്തിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം, ഇന്ന് പരാജയപ്പെട്ട് ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് കുടുംബജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട് ലോകത്തിന്റെ ഏത് മുക്കിലോ മൂലയിലോ നീ ആയിരുന്നാലും, പ്രിയ ദൈവ പൈതലെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നിന്നെ രൂപാന്തരപ്പെടുത്തുവാനും നിന്നെ മാറ്റം വരുത്തുവാനും സാധിക്കും. നല്ലൊരു ഭാവി നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പക്കലേക്ക് 2 കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? 2 കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ നാമത്തെ സ്തുതിക്കുക. നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിന്റെ മുഖമൊന്ന് ഓർക്കുക.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മടി കൂടാതെ ഹൃദയം തുറന്ന് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു 4-5 പേർക്കെങ്കിലും കേൾക്കാവുന്ന ഉച്ചത്തിന് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ സ്നേഹം തീക്കട്ട പോലെ ഇറങ്ങട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം തീക്കട്ട പോലെ ജ്വലിക്കട്ടെ. ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ. അന്ധകാര പീഡകള്, പിശാചിന്റെ കെട്ടുകള് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ് ഈ സമൂഹത്തിൽ നിന്ന് വിട്ടഴിഞ്ഞു മാറട്ടെ. ഈ ശാലം കൂട്ടായ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഈ മക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും സകലവിധ നിരാശകൾ വിട്ടുമാറട്ടെ. ക്രിസ്തുവിന്റെ അനന്തമായ സ്നേഹം മഹത്വം ദൈവമേ ഈ രാത്രി ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. ദയവായി കണ്ണുകൾ അടയ്ക്കാമോ? യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാ യേശുവേ ആരാധന യേശുവേ പോലെ സ്നേഹിക്കാൻ സത്യമായും ആരും ഇല്ല. ഈ സത്യം തിരിച്ചറിഞ്ഞെന്ന് പാടാമോ? യേശുവേ പോലെ കരുതാൻ യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല. യേശുവേ ആരാധന ഇരു കരങ്ങളെയും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിന്റെ പക്കലേക്ക് ഹൃദയം ഉയർത്തുന്ന പ്രതീകമായി ഇരു കരങ്ങളെയും ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ മാറ്റി നിർത്തിയാലും പെട്ടെന്ന് മറന്നാലും തള്ളിക്കളയാത്ത ദൈവത്തിന്റെ സ്നേഹം ഇതാ ജനകോടികളിലേക്ക് അഭിഷേകമായി ഇറങ്ങുന്നു. ആരാധിക്കുക സഹോദരങ്ങളെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കാമോ? യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നു. ദൈവത്തിന്റെ സ്നേഹം ഇറങ്ങുന്നു. ഹൃദയം തകർന്നിടുമ്പോ സത്യമായും യേശു സമീപസ്ഥൻ. അവൻ അടുത്തുണ്ട് പ്രിയരെ. മനസ്സുരുങ്ങിടുമ്പോ ദയവായി കണ്ണുകൾ അടച്ച് ഹൃദയം കൊണ്ട് പാടാമോ? പ്ലീസ്, കർത്താവിനെ കണ്ടുകൊണ്ട് അസാധ്യമെന്നു കരുതിടുമ്പോ വിശ്വസിക്കുക. യേശു രക്ഷാകരൻ. യേശു ഇന്നും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. ചേർന്ന് പാടാമോ? യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. ആ സത്യം ഒന്ന് തുറന്ന് പാടാമോ? യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല. ആരാധന അർപ്പിക്കാം. യേശുവേ ആരാധന മഹത്വം. ആരും
രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ആരാധിക്കാമോ? ഈശോയെ വിളിച്ച് ആരാധിക്കുക പ്രിയ സഹോദരങ്ങളെ. കർത്താവേ, ഹൃദയം നുറുങ്ങിയവർ അങ്ങേ ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തകർന്ന ഹൃദയമുള്ളവർ ദൈവത്തെ ആരാധിക്കുക. അസാധ്യ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ദൈവം ഈ ആരാധനയിൽ സംപ്രീതനാകട്ടെ. നീ ഇരിക്കുന്ന സ്ഥലം നോക്കണ്ട, നിന്റെ സാഹചര്യത്തിന്റെ പ്രതികൂലങ്ങളെ നോക്കരുതേ. പ്ലീസ്, ദയവായി ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് യേശുവിന്റെ മുഖം കണ്ട് ആരാധിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാഷാപരത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പിതാവേ, ഓ ലോർഡ്, ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും കൊടുത്ത് ആരാധിക്കാമോ? ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ കൊടുത്ത് ആരാധിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് വീണ്ടും കർത്താവിനെ ആരാധിക്കാം. എന്റെ യേശുവേ എന്ന് വിളിച്ചേ, എന്റെ യേശുവേ എന്ന് വിളിച്ചേ, എന്റെ കർത്താവേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ദൈവസ്നേഹം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ടവരെ, നമ്മളെ അകറ്റി നിർത്തിയവരെ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും അകറ്റി നിർത്തിയവരെ ഈ സമയങ്ങളിൽ ഓർക്കാമോ? നമ്മളെ അകറ്റി നിർത്തിയവരും നാം അകറ്റി നിർത്തിയവരുമായ എല്ലാവരെയും അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സ്നേഹം ഇതാ പല ഹൃദയങ്ങളെ തൊടുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇതാ ഇറങ്ങുന്നു. പല കുടുംബങ്ങളിലേക്ക് ദൈവസ്നേഹം ഒഴുകി ഇറങ്ങുന്നു. ഇരു കരങ്ങളെ വേർതൊരുക്കി കൂടി സ്തുതിക്കാം. ഇരു കരങ്ങളെ മാറോടൊന്ന് ചേർത്ത് പിടിക്കാം. സത്യമായും യേശു സ്നേഹിതൻ എന്റെ ദൈവമേ, പ്രിയരെല്ലാം അകന്നിടുമ്പോ യേശു പ്രാണപ്രിയൻ. അവന്റെ മുഖമൊന്ന് കണ്ട് ആരാധിക്കാമോ? നോവുന്ന മുറിവുകളിൽ സൗഖ്യദായകൻ. ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. കരങ്ങളൊന്ന് വീശി ആരാധിക്കാമോ? കരങ്ങൾ വീശി. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. ആരാധിക്കാം. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച്. യേശുവേ ആരാധന, ഓ, ആരാധിക്കാം. ഇരു കരങ്ങളെ ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? പ്രിയ ദൈവ പൈതലേ, നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ തള്ളിക്കളഞ്ഞതിന്റെ നൊമ്പരവുമായിട്ടായിരിക്കാം നീ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്നത്. നിന്റെ കരങ്ങളിൽ ആ വ്യക്തിയെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് പ്രാർത്ഥിക്കാമോ? നീ ഇതുവരെ കാണാത്ത ദൈവത്തിന്റെ സ്നേഹമിതാ നിന്റെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരും. നിന്നെ വേദനിപ്പിച്ചവരെ, നീ വേദനിപ്പിച്ചവരെ, പ്രിയ ദൈവമക്കളെ, ഈ ആരാധനയില് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചവന്റെ മക്കളേക്ക് ഉയർത്തിക്കൊണ്ട് അവനെ ഒന്ന് സ്തുതിക്കാമോ? എന്റെ യേശുവേ എന്ന് ഉള്ളുവെന്ന് വിളിക്കാമോ? യേശുവേ ആരാധന. സ്തുതിക്കാം.
യേശുവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവത്തിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ആ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ്. അതുകൊണ്ട് അല്പം കൂടെ ശരീരവും മനസ്സും എല്ലാം കൊടുത്തുകൊണ്ട് കരങ്ങളടിച്ച് ഈ ഗാനം വീണ്ടും പാടി കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാമോ? യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. കരങ്ങൾ ഉയർത്തി. കർത്താവിന്റെ സ്നേഹത്താൽ ആരാധിക്കാം. ഈ സ്നേഹം ഒരിക്കലും നമ്മെ വിട്ടുപിരിയില്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനാൻ ആരും ഇല്ല, യേശുവേ ആരാധന കരങ്ങളൊന്ന് വീശി. കരങ്ങൾ വീശി ആരാധിക്കാം. യേശുവേ പോലെ സ്നേഹിക്കാൻ അതെ, ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനാൻ ആരും ഇല്ല, യേശുവേ ആരാധന കരങ്ങളൊന്ന് വീശി ആരാധിച്ചേ. സന്തോഷത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പറഞ്ഞ് യേശുവിനെ പോലെ നമ്മെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിയോടെ ദൈവത്തിന്റെ സ്നേഹത്തോടെ അവരിലേക്ക് നോക്കി തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയിൽ കർത്താവിനെ കണ്ടുകൊണ്ട് ഇരു സൈഡിൽ കരം കടിക്കാം. ആമേൻ. ആരാധിച്ച മക്കളെ, ആരാധിച്ച് കരങ്ങൾ ഉയർത്തി. ഹൃദയം തകർന്നിടുമ്പോൾ യേശു സമീപസ്ഥൻ. സത്യമായി മനസ്സു നുറുങ്ങിടുമ്പോൾ യേശു ആശ്വാസകൻ, അസാധ്യമെന്നു കരുതിടുമ്പോൾ യേശു രക്ഷാകരൻ, കർത്താവ് ജീവിക്കുന്നു. യേശു എന്നും ജീവിക്കുന്നു, പാടി ആരാധിച്ച്. യേശു ജീവിക്കുന്നു, ആരാധിച്ച്, ആരാധിച്ച്.
കൈയടിച്ച്. യേശു സ്നേഹിതൻ പ്രിയരെല്ലാം അകന്നിടുമ്പോൾ യേശു അടുത്തുണ്ട്, പ്രാണപ്രിയൻ അടുത്തുണ്ട്. നോന്ന മുറിവുകളിൽ അതേ സഹോദരി, സൗഖ്യദായകൻ ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാൻ കണ്ണുകളടയ്ക്കാമോ? ആരും ഇല്ല. ഹൃദയം കൊണ്ട് ആരാധിക്കാമോ? യേശുവേ ആരാധന ആരാധിക്കൂ സഹോദരങ്ങളെ. ഹൃദയം ഉയർത്തി. യേശുവിൻ നാമത്തിൽ, അതെ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. ഓ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ വിശ്വാസത്തോടെ നാമത്തിൽ, വിടുതലുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. ആമേൻ. യേശുവിൻ നാമത്തിൽ, ആരാധിക്കാം. യേശുവിൻ നാമത്തിൽ, യേശുവിൻ കരങ്ങളെ നാമത്തിൽ ഉയർത്തിയടിക്കാം. വിജയമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ, വിശ്വാസത്തോടെ യേശുവിൻ കണ്ണുകളടച്ച് ആരാധിക്കാം. നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. ഇരു കരങ്ങളെ ഉയർത്തി സ്തുതിക്കാമോ? രണ്ട് കരങ്ങളെ ഉയർത്തി കണ്ണുകളടച്ച് പരമപിതാവിനെ ആരാധിക്കാമോ പ്രിയരെ? യേശുവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, നിന്നെ പോലെ സ്നേഹിതനായിട്ട് ആരുമില്ല എന്ന് സത്യം ഞാൻ തിരിച്ചറിഞ്ഞ അതേ ആരാധനയ്ക്ക് യോഗ്യനായ അങ്ങയെ ഈ രാത്രിയില് ഇതാ കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ജനമിതാ നിന്നെ ആരാധിക്കുന്നു. മർത്യരെല്ലാവരും ആരാധനയ്ക്കായി എന്റെ അടുത്തേക്ക് വരും. എന്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തേക്കെല്ലാം അവിടുന്ന് കടന്നു വരുമെന്ന് വാഗ്ദാനം നൽകിയതുപോലെ യേശുവേ, നിന്റെ അനന്തമായ സ്നേഹം, നിന്റെ അനന്തമായ സ്നേഹം, അസ്തമിക്കാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, മാറാത്ത സ്നേഹം, തള്ളിക്കളയാത്ത സ്നേഹം, ഭാവിയെ സ്നേഹിക്കുന്ന സ്നേഹം യേശുവേ, ഈ രാത്രിയിൽ ഞാൻ അനുഭവിച്ചറിയട്ടെ കർത്താവേ. മക്കളെ ആരാധിക്ക്. രണ്ടു കരങ്ങളും ഉയർത്തിക്കൊണ്ട് സ്വർഗീയ പിതാവിനെ ആരാധിക്കുക. അവൻ നമ്മുടെ അടുത്തുണ്ട്. യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് ഉള്ളു തുറന്ന് വിളിച്ചേ പ്രിയരെ. യേശു ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയരെ, ഈ രാത്രിയിൽ നിങ്ങളുടെ രണ്ട് കരങ്ങളൊന്ന് മാറോടൊന്ന് ചേർത്ത് പിടിക്കാമോ? അവന്റെ ശക്തിയും സ്നേഹവും അടുത്തറിയാത്തതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് എന്ന് പറയുന്നത്. ഇതാ ശതാധിപന്റെ ഭൃത്യൻ അവൻ രോഗിയാണ് എന്ന് ഉള്ള വിവരം ഇതാ ഈശോയുടെ അടുത്തേക്ക് യഹൂദ പ്രമാണികൾ പോയി അറിയിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അവര് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആ ശതാധിപതി നമുക്കൊരു സിനഗോഗ് പണിത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അവനെ നീ സുഖപ്പെടുത്തണം. എന്റെ പ്രിയരെ, നമ്മുടെ കർത്താവ് അവരുടെ അഭ്യർത്ഥന കേട്ടുകൊണ്ട് ആ ശതാധിപന്റെ ഭൃത്യനെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. ഇതാ ഈ രാത്രിയില് ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ട് നമ്മൾ ആയിരിക്കുമ്പോൾ നാം നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ചെയ്ത ചില നന്മകളെ ഒന്ന് ഓർക്കാമോ? നമ്മുടെ അടുത്തുള്ള അയൽവാസിക്ക് ചെയ്ത ചില നന്മകളെ ഒന്ന് ഓർക്കാമോ?
നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ദൈവം നമ്മളിലൂടെ സഭയ്ക്ക് വേണ്ടി, സഭാ ശുശ്രൂഷകൾക്ക് വേണ്ടി, നമ്മുടെ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും ഞാനും നിങ്ങളും ചെയ്ത കാര്യങ്ങള് ഈ രാത്രിയിൽ ഓർക്കാമോ? കർത്താവേ, എന്റെ കർത്താവേ, നിന്റെ പ്രിയപ്പെട്ട മക്കളിതാ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ചതിന്റെ യോഗ്യതയായി ദൈവമേ, ഹൃദയമേകി കരയുന്ന നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, നമുക്ക് സമീപസ്ഥനായി നമ്മെ സ്നേഹിക്കുന്ന കർത്താവിന്റെ അദൃശ്യമായ കരങ്ങൾ ഇതാ നമ്മുടെ മേൽ നീട്ടി വെച്ചിരിക്കുന്നു. പ്രിയരാ, സ്നേഹം ഒരിക്കൽ കൂടി നമുക്ക് പാടാം. അതെ കർത്താവേ, നിന്റെ സ്നേഹത്താൽ എന്റെ ഹൃദയത്തെ ഒന്ന് നിറയ്ക്കണമേ എന്ന് കണ്ണുകൾ അടച്ച് അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നമുക്ക് സമീപസ്ഥനായി നിൽക്കുന്ന, അതെ, നിന്റെ അടുത്ത്, നിന്റെ കൺമുൻപില്, നിന്റെ കുടുംബത്തില്, നിന്റെ സകല പ്രശ്നങ്ങൾക്കും ഏക ഉത്തരം യേശു മാത്രമാണ്. പ്രിയരെ, അവനെ നമ്മൾ ആരാധിക്കണം, അവന്റെ സ്നേഹം അനുഭവിച്ചറിയണം. കണ്ണുകളടച്ച് ഹൃദയങ്ങളെ ശാന്തതയിൽ വെച്ചുകൊണ്ട് നമുക്ക് അവനെ ഒരിക്കൽ കൂടി ഈരടികളോട് ചേർന്ന് ആരാധിക്കാമോ? എല്ലാ തകർച്ചകളെയും കൊടുക്കാം. സത്യമായി നമ്മുടെ അടുത്തവനുണ്ട്. ആശ്വാസദായകൻ, വിശ്വസിക്ക് പ്രിയമുള്ളവരെ, അസാധ്യമെന്നു കരുതിടുമ്പോ യേശു രക്ഷാകരൻ, എന്റെ ദൈവമേ, യേശു ഇന്നും ജീവിക്കുന്നു, നിന്റെ കുടുംബത്തിലുണ്ട്. യേശു ജീവിക്കുന്നു. ഒരിക്കൽ കൂടി ആ വരികളൊന്ന് പാടാമോ? യേശു ഇന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ഇന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ഇന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ആരാധിക്കാം സഹോദരങ്ങളെ, ആരാധിക്കാം. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് ആ വരികളൊന്ന് പാടാമോ? രണ്ട് കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കാമോ? ഒരിക്കൽ കൂടി പാടാമോ? ആ വരികൾ ഒരിക്കൽ കൂടി പാടാമോ? യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ കരുണ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനാൻ ആരും ഇല്ല, രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ ആരാധന, ദൈവത്തിന്റെ സ്നേഹം, യേശുവേ പോലെ യോഗ്യനാൻ ഒന്ന് പാടിക്കേ. ആരും ഇല്ല, യേശുവേ ആരാധന, ആരാധന. കർത്താവിനെ സ്തുതിക്കാം, യേശുവെ സ്തുതിക്കാം. ദൈവത്തിന്റെ സ്നേഹമാണ് പോലെ നദി പോലെ ഒഴുകട്ടെ ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. ദൈവത്തിന്റെ സ്നേഹം എൻ്റെ അമ്മയെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മേല് അമ്മേ, ഈ രാത്രി അമ്മയൊന്ന് പ്രാർത്ഥിക്കണം. സ്വർഗം ഇടപെടാത്ത പ്രശ്നങ്ങളിൽ ഇല്ലല്ലോ, സ്വർഗത്തിൽ ഇടപെടാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ലല്ലോ. കാനായിൽ ഇടപെട്ടതുപോലെ സ്വർഗീയ വിശുദ്ധരുടെ മധ്യസ്ഥ നമുക്ക് ചോദിക്കാം. ഒന്ന് സ്തുതിക്കാമോ? ഭാഷാപരമുള്ളവര് പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ, യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കട്ടെ. മടികൂടാതെ കുടുംബങ്ങളിലായിരിക്കുന്നവരെ മടികൂടാതെ ദൈവത്തെ വിളിക്കുക, യേശുവിനെ ആരാധിക്കുന്ന സഹോദരങ്ങളെ. ദൈവത്തിന്റെ ശക്തി, അപരിമയമായ സ്നേഹം, അചഞ്ചലമായ സ്നേഹം, ഇതാ വിടുതലിന്റെ ശക്തി, അത്ഭുതങ്ങളുടെ ശക്തി, രോഗികളെ സൗഖ്യപ്പെടുന്ന ശക്തി, അത്ഭുത അഭിഷേകം നൽകുന്ന ശക്തി, കെട്ടുകൾ അഴിക്കുന്ന ശക്തി, പിശാചിന്റെ തലയെ തകർക്കുന്ന ശക്തി,
യേശുവിന്റെ ശക്തി, മുറിവേറ്റ കരങ്ങൾ. പ്ലസ് പിതാവേ, അപ്പാ പിതാവേ, നിന്റെ മക്കളുടെ മേൽ സ്വർഗ്ഗം തുറക്കുന്നതിനായി മമ്മി. I love you Jesus. We worship you Lord. Thank you Lord. ആരാധിക്കുക. രണ്ട് കരങ്ങളും ഉയർത്തി, രണ്ട് കരങ്ങളെ ഉയർത്തി യേശുവേ എന്ന് ഉള്ളു തുറന്ന് വിളിച്ചേ മക്കളെ, ദൈവ മക്കളെ. യേശുവേ എന്ന് ഉള്ളു തുറന്ന് വിളിച്ചേ, ശംഖുപെട്ടി വിളിച്ചേ. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവൻ, ഭാവിയെ പരിശുദ്ധിയാക്കി മാറ്റിയവൻ, ലാസറിന്റെ ചീഞ്ഞളിഞ്ഞ ശരീരത്തിന് ജീവൻ നൽകിയവൻ. ഓ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, നിന്റെ ശക്തി ഈ സമയങ്ങളിൽ വ്യാപരിക്കുന്നതിനായി നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന രണ്ട് കരങ്ങളും മാറോട് ചേർത്ത് പിടിച്ച് യേശുവേ ആരാധന ശാന്തതയിൽ പാടുന്നു. മുറിവേറ്റവന്റെ കരങ്ങൾ, അപരിമയമായ സ്നേഹം ഈ രാത്രിയിൽ ഇതാ അണപൊട്ടി ഒഴുകുന്നത് പോലെ ഒഴുകുന്നു. പ്രിയ ദൈവമക്കളെ, ഹൃദയം നുറങ്ങിയവരെ ആശ്വസിപ്പിക്കുന്നവന്റെ സ്നേഹം. ഓ, പൊതിതീരെ ഇതാ ഹൃദയം തുറന്നുകൊണ്ട് ആരാധിക്കാമോ? I love you Jesus. We worship you Lord. Thank you Jesus. Thank you Jesus. നിങ്ങളുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, വിടുതലായി നന്ദി പറയുന്നു, ആരാധിക്കുന്നു ദൈവമേ. ഇത്ര നല്ലൊരു സ്നേഹിതൻ, എത്ര പരാജയങ്ങളും ഞങ്ങൾ തകർന്ന് തള്ളിക്കളയാത്ത മാറോട് ചേർത്ത് പിടിക്കുന്ന സ്നേഹം, വാത്സല്യത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവും. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പുരാന്റെ അപേക്ഷിച്ചുള്ളടമേ.